ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. രോഗികളുടെ എണ്ണം 52 ലക്ഷം കടന്നു. 24 മണിക്കൂറിടെ 1174 മരണം. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കോവിഡ് വ്യാപനം. ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ നിർമ്മാണ തടസ്സങ്ങൾ നീക്കുന്നതിനായുള്ള ഉന്നതതല യോഗം ഡൽഹിയിൽ ചേർന്നു. ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര വനം വന്യജീവി വകുപ്പുമായുള്ള യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. പ്രശസ്ത ആന ചികിത്സകനും വിഷവൈദ്യനുമായ അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന് നാടിന്റെ അന്ത്യാഞ്ജലി. വിടവാങ്ങിയത് പാരമ്പര്യ ചികിത്സയിലൂടെ തലയെടുപ്പുള്ള കാരണവർ. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഓർമ്മകൾക്ക് ആദരമൊരുക്കാൻ മറന്ന് ജന്മനാട്. തമ്പുരാന്റെ സാഹിത്യ സംഭാവനകൾക്ക് അർഹമായ സ്മാരകവും അംഗീകാരവും ഒരുക്കണമെന്ന ആവശ്യം പ്രസക്തം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 96,424 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 52,14,678 ആയി. 1,174 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് 84,372 പേരുടെ ജീവനാണ് ഇതുവരെ കോവിഡ് കവർന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 4,351 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിദിന വർധനയാണ് ഇത്. ജില്ലയിൽ 296 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 293 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. സംസ്ഥാനത്ത് സ്ഥിതി ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള സമരങ്ങളെയും കൂട്ടം ചേരലുകളെയും ആരോഗ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 4,000 കവിഞ്ഞു. നെന്മണിക്കരയിൽ കോവിഡ് ബാധിച്ച് വയോധിക മരിച്ചു. ചിറ്റിശ്ശേരി പനയമ്പാടം തണ്ടിയേക്കൽ 64 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. കിഡ്നി ഹൃദയ സംബന്ധമായ അസുഖവും പ്രമേഹവും ഉണ്ടായിരുന്നു. പുതുക്കാട് കാഞ്ഞൂരിലെ വിവാഹ വീട്ടിൽ നിന്ന് സമ്പർക്കത്തിലൂടെയാണ് മേരിക്ക് രോഗം പകർന്നത്. ബുധനാഴ്ച ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം മുളയത്തുള്ള രൂപതയുടെ ക്രിമിറ്റോറിയത്തിൽ നടക്കും. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ നിർമ്മാണ തടസ്സങ്ങൾ നീക്കുന്നതിനായി ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര വനം വന്യജീവി വകുപ്പുമായുള്ള അടിയന്തര യോഗം ഡൽഹിയിൽ ചേർന്നു. ദേശീയപാതയിലെ നിർമ്മാണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി എംപിമാരായ ടി.എൻ. പ്രതാപൻ, വി.കെ. ശ്രീകണ്ഠൻ, രമ്യ ഹരിദാസ് എന്നിവർ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ സുഖ്ബീർ സിംഗ് സന്ധുവും പ്രോജക്ട് മെമ്പറുമായും കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്നാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. മണ്ണുത്തി വടക്കുംചേരി 6-വരി പാതയിലെയും കുതിരാൻ തുരങ്കങ്ങളുടെയും നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി ആസ്ഥാനത്ത് കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുമെന്ന് എംപിമാർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. ഈ വർഷം ഡിസംബറോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു. തിങ്കളാഴ്ച എംപിമാരുമായി വീണ്ടും യോഗം ചേരാമെന്നും പദ്ധതി പൂർത്തീകരണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയിക്കാമെന്നും ദേശീയപാത അതോറിറ്റി ചെയർമാൻ എംപിമാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രശസ്ത ആന ചികിത്സകനും വിഷവൈദ്യനുമായ അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന് നാടിന്റെ അന്ത്യാഞ്ജലി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. സംസ്കാരം കുമ്പളങ്ങാട് അവണപ്പറമ്പ് മനയിൽ നടന്നു. ആനകളുടെ അസുഖം ഭേദമാക്കുന്ന അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരി തൃശൂരിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. 500-ലേറെ ആനകളെയാണ് ഇദ്ദേഹം ചികിത്സിച്ച് സുഖപ്പെടുത്തിയത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആന ചികിത്സാ സമിതി അംഗമായിരുന്നു. വെറ്ററിനറി ഡോക്ടർമാർ പോലും ആന ചികിത്സയിൽ ഇദ്ദേഹത്തിൽ നിന്ന് വിദഗ്ധ അഭിപ്രായം തേടിയിരുന്നു. വിഷവൈദ്യനായും മഹേശ്വരൻ നമ്പൂതിരി പേരെടുത്തു. കവി എന്ന നിലയിലും ശ്ലോകരംഗത്തും സജീവമായിരുന്നു. അച്ഛനും മുത്തച്ഛനും ആന ചികിത്സകരായിരുന്നു. ചെറുപ്പം മുതൽ ആന ചികിത്സ കണ്ട് വളർന്ന് ആ വഴി തന്നെ മഹേശ്വരൻ നമ്പൂതിരിപ്പാടും പിന്തുടർന്നു. ആനകളുടെ അസുഖം നാട്ടുചികിത്സയിലൂടെ മാറ്റിയിരുന്നു. ആ കൈപുണ്യം ഇനിയില്ല എന്ന സങ്കടമാണ് ദേവസ്വങ്ങൾക്കും ആന ഉടമകൾക്കും. അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ വിയോഗത്തിൽ ഗുരുവായൂർ ദേവസ്വം അനുശോചിച്ചു. ദേവസ്വത്തിന്റെ ഗജസമ്പത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് നിസ്തുല സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു അവണപ്പറമ്പെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ബി. മോഹൻദാസ് അനുസ്മരിച്ചു. കുമ്പളങ്ങാടുള്ള വസതിയിലെത്തി ദേവസ്വം ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ പി. ബ്രീജകുമാരി എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു.
സമ്പത്തോ യശസ്സോ പ്രതീക്ഷിക്കാതെ പാരമ്പര്യമായി ലഭിച്ച അറിവിലൂടെയുള്ള സേവനം അതായിരുന്നു അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖമുദ്ര. തന്റെ അടുക്കൽ വരുന്ന എല്ലാവരോടും യാതൊന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം പെരുമാറിയിരുന്നു. മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നിരസിക്കപ്പെട്ട ഗുരുതരമായ രോഗികളെ അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന സംഭവങ്ങൾ ധാരാളമുണ്ടായിട്ടുണ്ട്. ദേവസ്വം ആനകളുടെ പ്രധാന ചികിത്സകനായിരുന്നു മഹേശ്വരൻ നമ്പൂതിരിപ്പാട്. വിഷക്കല്ല്, മന്ത്രവാദ ചികിത്സ തുടങ്ങിയ ചികിത്സാ രീതികൾ അദ്ദേഹം ചെയ്തിരുന്നില്ല. വിഷചികിത്സാ രംഗത്ത് പ്രശസ്തരായ അലോപ്പതി ചികിത്സാ പരിശീലകർ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന ചികിത്സയുടെ മികച്ച രീതികൾക്കായി മഹേശ്വരൻ നമ്പൂതിരിപ്പാടിനെ സമീപിച്ചിരുന്നു. കവി എന്ന രീതിയിലും ശ്ലോകാചാര്യൻ എന്ന രീതിയിലും പ്രശസ്തനായിരുന്നു. വിഷചികിത്സയെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഇദ്ദേഹത്തെ തേടി നിരവധി പഠിതാക്കൾ മനയിൽ എത്തുന്നത് പതിവായിരുന്നു. സമൂഹം സ്നേഹത്തിന്റെ രൂപത്തിൽ നൽകിയ അംഗീകാരങ്ങൾക്ക് പുറമെ നിരവധി മേഖലകളിൽ നിന്ന് പറഞ്ഞാൽ തീരാത്ത നിരവധി അവാർഡുകളും ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10:30 മനപ്പറമ്പിൽ നടന്ന സംസ്കാര ചടങ്ങിന് മുൻപായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ബി. മോഹൻദാസ്, നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ്, പ്രതിപക്ഷ കൗൺസിലർ കെ. അജിത് കുമാർ, ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എ. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. TCV വടക്കാഞ്ചേരി. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മറ്റൊരു പിറന്നാൾ കൂടി കടന്നുപോകുമ്പോഴും അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരം നൽകാൻ ജന്മനാട് മറക്കുകയാണ്. 156 വർഷം മുൻപ്, അതായത് 1864 സെപ്റ്റംബർ 18 കൊടുങ്ങല്ലൂർ സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ച് അരണാട്ടുകരയിൽ ഒരുക്കുന്ന അർബൻ റിസോഴ്സ് സെന്റർ പരിശീലന ഹാളിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി തൃശൂർ ഓട്ടിസം സെന്ററിൽ നടപ്പാക്കി വിജയം കണ്ട ഹോട്ടി തെറാപ്പി സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനായി കോടികൾ ചിലവിട്ട് മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വികസനമാണ് കഴിഞ്ഞ കാലയളവിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ റാഫി പി ജോസ്, DPC അംഗം വർഗീസ് കണ്ടംകുളത്തി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കൗൺസിലർ പ്രിൻസി രാജു, സമഗ്ര ശിക്ഷാ അഭിയാൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ VP മുഹമ്മദ് ഷാജുദ്ദീൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 44 ലക്ഷം രൂപ വിനിയോഗിച്ച് പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. സ്കൂളിന്റെ പ്രവേശന കവാടം, കാർപോർച്ച്, ശുചിമുറികൾ, ടൈൽസ് വിരിക്കൽ എന്നീ പ്രവൃത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ റാഫി ജോസ്, സ്കൂൾ പ്രിൻസിപ്പൽ K. ഭരതരാജൻ, പ്രധാനാധ്യാപിക സുജയ കുമാരി, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ, ഡിവിഷൻ കൗൺസിലർ I. ലളിതാംബിക തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 120 രൂപ കൂടി 38,080 രൂപയായി. 4,760 രൂപയാണ് ഗ്രാമിന്റെ വില. കഴിഞ്ഞ ദിവസം 37,960 രൂപയായിരുന്നു പവന്റെ വില. കോവിഡ് വ്യാപന തോത് ഉയരുന്നതാണ് വിലയെ സ്വാധീനിച്ചത്. ഡോളറിന്റെ തളർച്ചയും സ്വർണ്ണവില വർധനയ്ക്ക് കാരണമായി.
RT ഓഫീസിൽ വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നേതാവ് ജോൺസൺ പടമാടനെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. RT ഓഫീസിൽ അതിക്രമിച്ചു കയറി വനിതാ ജീവനക്കാരുടെ വീഡിയോയും ചിത്രങ്ങളും സ്വന്തം മൊബൈലിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഓഫീസിൽ കയറി വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിലാണ് കേസെടുത്തത്. വൈദ്യുതിയില്ലാത്ത വീട്ടിൽ വൈദ്യുതി എത്തിച്ച് മാതൃക സൃഷ്ടിക്കുകയാണ് ഓൾ കേരള ലൈസൻസ് വയർമാൻ അസോസിയേഷൻ. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ രായമംഗലം സ്വദേശിയുടെ വീട്ടിലേക്കാണ് സംഘടന വെളിച്ചമെത്തിച്ചത്. KSEBയുടെ സഹകരണത്തോടെയാണ് കണക്ഷൻ നൽകിയത്. പൂർണ്ണമായും സൗജന്യമായിട്ടാണ് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനാവശ്യമായ പ്രവർത്തികൾ ഇവർ നടത്തിയത്. സംഘടന പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശങ്കരനാരായണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KVA ഫൈസൽ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നവീകരിച്ച പരിയാരം ഗ്രാമീണ വായനശാല ഉദ്ഘാടനത്തിനൊരുങ്ങി. 8.5 ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടം അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ ആശ്രയിക്കുന്ന വായനശാലയുടെ കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണിച്ചിരുന്നു. ഈ അവസരത്തിലാണ് അതിരപ്പള്ളി ഡിവിഷൻ അംഗം CG സിനി മുൻകൈയെടുത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും കെട്ടിടം നവീകരിക്കുന്നതിന് 10 ലക്ഷം വകയിരുത്തിയത്. നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണമാണ് വായനശാലയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് പ്രസിഡന്റ് PO ഷിബു പറഞ്ഞു. മലയാളത്തിൽ കവിതയ്ക്കും സിനിമയ്ക്കും മികച്ച സംഭാവന നൽകിയ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് തിരക്കഥാകൃത്താകുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ കണ്ണന്റെ തിരുസന്നിധിയിൽ നിന്നാണ് റഫീഖ് അഹമ്മദിന്റെ ആദ്യ തിരക്കഥ ആരംഭിച്ചത്. ഗുരുവായൂർ സ്വദേശിയായ ബിജീഷ് മണി സംവിധാനം ചെയ്യുന്ന ഹിന്ദി സിനിമയുടെ തിരക്കഥയാണ് റഫീഖ് അഹമ്മദ് നിർവഹിക്കുന്നത്. ബോളിവുഡ് സംവിധായകൻ അബ്ബാസ് മസ്താന്റെ മകൻ നായകനായെത്തുന്ന സിനിമയുടെ പ്രമേയം പ്രണയമാണ്. കിഴക്കേ ദീപസ്തംഭത്തിന് മുൻപിൽ നടന്ന ചടങ്ങിൽ ബിജീഷ് മണി റഫീഖ് അഹമ്മദിന് എഴുത്ത് സാമഗ്രികൾ കൈമാറി ചടങ്ങ് നിർവഹിച്ചു. പ്രണയത്തിന്റെ പര്യായമായ കണ്ണന്റെ തിരുനടയിൽ നിന്ന് തന്നെ ആദ്യ തിരക്കഥ തുടങ്ങാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് റഫീഖ് അഹമ്മദ് പറഞ്ഞു. ഇതൊരു പുതിയ സംരംഭമാണ്. ഹിന്ദിയിലാണെങ്കിലും മലയാളികളും അതുപോലെ പുറമേയുള്ള ആളുകളൊക്കെ ഉൾച്ചേരുന്ന കഥാപാത്രങ്ങൾ ഉൾച്ചേരുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെ കഥയുടെയൊക്കെ ഒരു രൂപരേഖ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ആരംഭം തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ വെച്ചുകൊണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡും മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡും റഫീഖ് അഹമ്മദ് നേടിയിട്ടുണ്ട്. കുന്നുകുളം അക്കിക്കാവ് സ്വദേശിയായ റഫീഖ് അഹമ്മദ് ഗർഷോം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയാണ് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത്. പ്രണയവും വിരഹവുമെല്ലാം നിറഞ്ഞ പാട്ടുകളും കവിതകളും കൊണ്ട് മലയാള ഭാഷയെ സമ്പന്നമാക്കിയ റഫീഖ് അഹമ്മദിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന സിനിമയ്ക്കായി ചലച്ചിത്ര പ്രേമികൾ കാത്തിരിക്കുകയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. ഇടവേള. വാർത്തകളിലേക്ക്. സാമൂഹിക കലാരംഗങ്ങളിൽ മാതൃകാപരമായ സേവനം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2 വനിതകളെ എരുമപ്പെട്ടി ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിസ്മയ വിശ്വനാഥ്, ഓട്ടംതുള്ളലിലെ ആദ്യ വനിതാ സാന്നിധ്യമായ കലാമണ്ഡലം ദേവകി ടീച്ചർ എന്നിവരെയാണ് ആദരിച്ചത്. ലയൺസ് ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ ജെയിംസ് വളപ്പില ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K ശങ്കരൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. ഡോക്ടർ ടോണി ആളൂർ, കലാമണ്ഡലം നാരായണൻ നായർ എന്നിവർ സന്നിഹിതരായി. വടക്കേക്കാട് പഞ്ചായത്ത് കല്ലൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായ കാർത്തിപ്പുള്ളി കുളം നവീകരിക്കുന്നു. താലൂക്ക് സർവേ വിഭാഗം കുളത്തിന്റെ അതിരുകൾ അളന്ന് നിർണയിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് 15-ാം വാർഡിലെ കാർത്തിപ്പുള്ളി കുളം ബ്രിട്ടീഷ് ഭരണകാലത്തെ അംശം അധികാരികളായിരുന്ന കല്ലൂർ കൊമ്പത്തേൽ തറവാട്ടുകാരുടെ അധീനതയിലായിരുന്നു. പിന്നീട് ഈ കുളം നാട്ടുകാരുടെ ഉപയോഗത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. കുളത്തിന് ചുറ്റും വീടുകൾ ഉയർന്നതോടെ കുളക്കടവിലേക്കുള്ള വഴികൾ അടയുകയും ദീർഘകാലമായി ഉപയോഗശൂന്യമായ നിലയിലാവുകയുമാണ് ഉണ്ടായത്. നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2018 മെയ് മാസത്തിൽ നിലവിലെ കൈവശക്കാരൻ കൊമ്പത്തേൽ കുടുംബാംഗം പാലക്കാട് ആനക്കര ചേക്കോട്ട് ഷിഹാബുദ്ദീൻ പൊതു ഉപയോഗത്തിനായി കാർത്തിപ്പുള്ളി കുളം വടക്കേക്കാട് പഞ്ചായത്തിന് രേഖാമൂലം വിട്ടുകൊടുത്തു. അതിർത്തി പ്രശ്നങ്ങൾ കാരണം പഞ്ചായത്തിന് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ ഷിഹാബുദ്ദീൻ താലൂക്ക് സർവേയർക്ക് അപേക്ഷ നൽകുകയായിരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് CPM DYFI പ്രവർത്തകർ കുളത്തിലെ മാലിന്യങ്ങളും ചെളിയും കോരി വൃത്തിയാക്കിയിരുന്നുവെങ്കിലും കൈത്തോട് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. മഴയിൽ കുളം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം പുറത്തേക്കൊഴുകാൻ ഇടമില്ലാതെ സമീപത്തെ വീട്ടുകാർക്ക് അപകട ഭീഷണിയായി. താലൂക്ക് സർവേ വിഭാഗം സർവേയർ അജിത ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലാണ് കുളം അളന്ന് തിട്ടപ്പെടുത്തിയത്. 25 സെന്റ് കുളവും 18 സെന്റ് കരയുമാണ് അളന്ന് അതിരുകൾ നിർണയിച്ചത്. കൈത്തോട് വീണ്ടെടുക്കാനായിട്ടില്ല. തടസ്സങ്ങളില്ലാതെ സർവേ നടപടി പൂർത്തിയായ നിലയ്ക്ക് സ്ഥലം ഉടനെ ഏറ്റെടുത്ത് പഞ്ചായത്ത് ആസ്തി രേഖയിൽ ഉൾപ്പെടുത്തണമെന്ന് CPM ആവശ്യപ്പെട്ടു.
അതേസമയം കുളത്തിന് സമീപത്തെ കൈത്തോട് കണ്ടെത്തി നവീകരിക്കുകയും പ്രദേശത്തെ വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കി കുളത്തിനെ സംരക്ഷിക്കണമെന്നും കാരണവരും മുൻ അധികാരിയുമായ മൊയ്തു ഹാജി ആവശ്യപ്പെട്ടു. TCV പുന്നിയൂർക്കുളം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമായ നാട്ടിക ലുലു CFLTCയിൽ ചികിത്സയിലുള്ളത് 147 രോഗികൾ. അത്യാധുനിക സൗകര്യങ്ങൾക്കൊപ്പം പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഡോക്ടർമാർക്ക് ഇവിടെ നൽകുന്നത്. 65 വയസ്സ് പിന്നിട്ടവർ വരെ ചികിത്സയ്ക്ക് എത്തിയവരിലുണ്ട്. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിലെ മെസ്സിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. പ്രമുഖ ഡയറ്റീഷ്യന്മാർ രൂപം നൽകിയ മെനു പ്രകാരമുള്ള സമീകൃത ആഹാരമാണ് രോഗികൾക്കായി നൽകുന്നതെന്ന് ഫുഡ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുത്തൻചിറ സർക്കാർ UP സ്കൂൾ കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. 2017-18 വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. VR സുനിൽകുമാർ MLAയുടെ നിർദ്ദേശമനുസരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയിൽ കെട്ടിടം നിർമ്മിച്ചത്. അടുത്ത മാസം 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ആധുനിക രീതിയിലുള്ള സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VA നദീർ അധ്യക്ഷനായിരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ OP വിശ്രമ കേന്ദ്രവും നവീകരിച്ച ഫാർമസിയും ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 14.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് OP കെട്ടിടവും ഫാർമസിയും നിർമ്മിച്ചത്. 3 ഡോക്ടർമാരുടെ സേവനം രാവിലെ മുതൽ വൈകുന്നേരം വരെ OPയിൽ ലഭ്യമാണ്. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദ് അലി, വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ, മെഡിക്കൽ ഓഫീസർ മഞ്ജുഷ് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കാടുപിടിച്ച് ഇഴജന്തുക്കൾ താവളമാക്കിയ വഴിയോരം കൃഷി കൊണ്ട് പച്ച പിടിപ്പിക്കുകയാണ് ഈ യുവാവ്. പെരിഞ്ഞനം പനപ്പറമ്പ് സ്വദേശി അനിൽകുമാറാണ് വീടിനടുത്തുള്ള റോഡിന്റെ ഓരത്ത് നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്യുന്നത്. 2 വർഷം മുമ്പ് വരെ വഴിയോര കൃഷി തുടങ്ങിയെങ്കിലും നെൽകൃഷി ആദ്യമായിട്ടാണ്. പെരിഞ്ഞനത്തെ സ്വകാര്യ ട്രാവൽസിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അനിൽകുമാർ ലോക്ക്ഡൌണിലെ ബോറടി മാറ്റാൻ എന്തുവഴി എന്നാലോചിച്ചിരിക്കെയാണ് നെൽകൃഷി എന്ന ആശയം മുളപൊട്ടിയത്. സുഹൃത്തായ കർഷകനിൽ നിന്ന് വാങ്ങിയ ജ്യോതി വിത്ത് 20 മീറ്ററിലധികം സ്ഥലത്താണ് നിരത്തുവയ്ക്കിൽ വിതച്ചത്. കതിരണിഞ്ഞു നിൽക്കുന്ന കൃഷി കുട്ടികളടക്കമുള്ള നാട്ടുകാരുടെ കൗതുക കാഴ്ചയാണ്. കൂടാതെ മഞ്ഞൾ, കൂർക്ക, വഴുതിന, പച്ചമുളക് എന്നീ കൃഷികളും റോഡരികിൽ തന്നെ. സ്വന്തം കാശുകൊടുത്തു വാങ്ങുന്ന തൈകളും വിത്തുകളുമാണെങ്കിലും ഫലങ്ങൾ പൂർണ്ണമായും നാട്ടുകാർക്കുള്ളതാണ്. വീട്ടമ്മമാർക്ക് സൗജന്യമായി വിഷരഹിത പച്ചക്കറികൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ലെന്ന് അനിൽകുമാർ പറയുന്നു. രാവിലെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ പണി കഴിഞ്ഞ് എന്ത് പണിയാലും ആ പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയങ്ങൾ ഇത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ ഇതുകൊണ്ട് നമുക്ക് നാടൻ ഒരു പച്ചക്കറി അല്ലെങ്കിൽ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അതിന് ഒരു ഉദാഹരണമായിട്ട് ഇത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ജൈവവളമുണ്ടാക്കാൻ വീടുകൾ തോറും നടന്ന് ഗോമൂത്രവും ചാണകവും ശേഖരിക്കും. രാവിലെ നടക്കാനിറങ്ങുന്ന സമയത്ത് 1 മണിക്കൂറാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. കാടും മാലിന്യങ്ങളും നിറഞ്ഞ വഴിയോരങ്ങൾ പച്ചപ്പണിയിക്കാൻ കഴിയുന്നവരെല്ലാം രംഗത്ത് വരണമെന്നാണ് ആഗ്രഹമെന്നും വഴിയോര കർഷകൻ പറയുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. മന്ത്രി സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അരണാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസിൽ നിർമ്മിക്കുന്ന പ്രൊഫസർ വയല വാസുദേവൻ പിള്ള സ്മാരക തുറസരങ്ങിന്റെ നിർമ്മാണം ആരംഭിച്ചു. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ MK ജയരാജ് മുഖ്യാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി മേയർ റാഫി P. ജോസ്, കൌൺസിലർമാരായ ഫ്രാൻസിസ് ചാലിശ്ശേരി, ലാലി ജെയിംസ്, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി, ക്യാമ്പസ് ഡയറക്ടർ ശ്രീജിത്ത് രമണൻ, കോളേജ് ഡീൻ ഡോക്ടർ S. സുനിൽകുമാർ, PK ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയ യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിച്ചതായി പരാതി. മതിലകം പുന്നക്കുരു ബസാർ കൂട്ടുങ്ങൽ റനീസിനെയാണ് 7-അംഗ സംഘം ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പുന്നക്കുരു ബസാറിലുള്ള വീടിനടുത്ത് നിന്നും ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയ സംഘം തന്നെ ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് റനീസ് പറഞ്ഞു. സുഹൃത്തായ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയാണ് സഹോദരൻ
സഹോദരൻ ഉൾപ്പെടെയുള്ള സംഘം തന്നെ ആക്രമിച്ചതെന്ന് റനീസ് പോലീസിനോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യത്യസ്തമായ രീതിയിൽ പിറന്നാൾ സമ്മാനം കണ്ടെത്തി ശ്രദ്ധ നേടുകയാണ് വടക്കേക്കാടുള്ള രാഷ്ട്രസാരഥി വാട്സപ്പ് കൂട്ടായ്മ. ലോക്ഡൌൺ സമയത്ത് ഗ്രൂപ്പ് അംഗങ്ങളുടെ വീടുകളിൽ നിന്നും ശേഖരിച്ച ആക്രി സാധനങ്ങൾ വിറ്റുകിട്ടിയ 30,000 രൂപ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയാണ് ഇവർ പ്രധാനമന്ത്രിക്ക് വേറിട്ട പിറന്നാൾ സമ്മാനം കൈമാറിയത്. വിദേശത്തും നാട്ടിലുമായി 300-ലധികം അംഗങ്ങളുള്ള ഈ കൂട്ടായ്മയിൽ പുന്നയൂർക്കുളം, വടക്കേക്കാട്, പുന്നയൂർ എന്നീ പഞ്ചായത്ത് പരിധിയിലുള്ളവരാണ്. കോവിഡിനെ പ്രതിരോധിക്കാനും ഒപ്പം കലാകാരന്മാരുടെ മനസ്സുകൾക്ക് ഊർജം പകരുന്നതിനും ചാലക്കുടി നഗരസഭയിലെ ഒരു കൗൺസിലർ കണ്ടെത്തിയ ഉപായമായിരുന്നു ഓണം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോഴുള്ള ഓൺലൈൻ ഓണാഘോഷം. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്താണ് തന്റെ വാർഡിലെ ഓണാഘോഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിച്ചത്. കോവിഡ് മഹാമാരിയെ ഭയന്ന് ആഘോഷങ്ങളെല്ലാം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ നീറിപ്പുകഞ്ഞ കലാഹൃദയങ്ങൾ നിരവധിയായിരുന്നു. ഇവരുടെ വേദനകൾ കലകളെ എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഈ ജനപ്രതിനിധിയുടെ മനസ്സിനെയും ആഴത്തിൽ അസ്വസ്ഥനാക്കി. ഇതിനൊരു പരിഹാരമായിരുന്നു ഓണം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോഴുള്ള ഓൺലൈൻ ഓണാഘോഷം. തങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഇവർ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലുമായി കലാവാസനയെ മറ്റൊരിടത്തേക്ക് തയ്യാറാക്കിയ സ്റ്റുഡിയോയിലേക്ക് അയച്ചു. ഇവയോരോന്നും അരങ്ങിലെന്ന പോലെ യഥാസമയം വാർഡിലുള്ളവരടക്കം 100 കണക്കിന് ആളുകൾക്ക് ആസ്വദിക്കാനുമായി. പൂക്കളം 2020 എന്ന പേരിലെ ഓണാഘോഷം പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചതും അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന്. അധ്യക്ഷൻ വാർഡ് കൗൺസിലർ ബിജു ചെറിയത്ത്. തുമ്പൂർ സുബ്രഹ്മണ്യന്റെ മകൾ കല്യാണിയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയായിരുന്നു തുടക്കം. പാട്ടുകൾ, നൃത്തങ്ങൾ, വാദ്യോപകരണങ്ങൾ, കളരിപ്പയറ്റ്, അങ്ങനെ നീണ്ടു സ്ക്രീനിലെ കലാപ്രകടനങ്ങൾ. കലാകാരന്മാരായ RLV ആനന്ദ്, ജയ് ആനന്ദ്, മുരുകൻ ഗുരുക്കൾ, സുബ്രഹ്മണ്യം തുമ്പൂർ, കലാഭവൻ ജോയ്, കലാഭവൻ തൽമ, ജിത്തു കഴ്സൻ തുടങ്ങിയവരും മറ്റുള്ളവരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഫാദർ ജോൺസൺ റോജ്, സിനിമാ താരം സൗമ്യ മേനോൻ, ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ എന്നിവർ സംസാരിച്ചു. ഇത്തരമൊരു ഓണാഘോഷം ഒരുപക്ഷെ കേരളത്തിൽ ഇതാദ്യമായിരിക്കുമെന്ന് ബിജു ചെറിയത്ത് പറഞ്ഞു. ഇന്ത്യൻ സോൺ എന്ന ഡിജിറ്റൽ വിഭാഗമായിരുന്നു ഇതിന്റെ അണിയറയിൽ. മൃദുൽ രവി, ശ്രീഹരി ജയൻ, വിഷ്ണു ബാലകൃഷ്ണൻ, ആനന്ദ് വെട്ടിയാട്ടിൽ എന്നിവർ അണിയറ ശില്പികളായി. TCV ന്യൂസ്, ചാലക്കുടി. ആയുർവേദ ഡോക്ടർക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കടങ്ങോട് ആയുർവേദ ആശുപത്രി അണുനശീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ നേതൃത്വം നൽകി. യൂത്ത് കോർഡിനേറ്റർ അനുഷ് C. മോഹൻ, സന്നദ്ധ വളണ്ടിയർ NS ജോജു എന്നിവർ പങ്കെടുത്തു. അന്നമനടയിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിന് വാടക ഒഴിവാക്കണമെന്നോ മാറ്റുമെന്നോ ഉള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. KSEBക്ക് സ്വന്തം കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റാൻ അവകാശമുണ്ടെന്നും വാടക ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാൽ കമ്മിറ്റി ചർച്ച ചെയ്ത് സർക്കാർ തീരുമാനത്തിനായി സമീപിക്കുമെന്നും പ്രസിഡന്റ് ടെസി ടൈറ്റസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കാര്യത്തിൽ LDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടാണെന്നും ടെസി ടൈറ്റസ് ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ PO പൗലോസും പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ലാ തലത്തിൽ നടന്ന വിതരണോദ്ഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK രാജൻ നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് എഡ്വിൻ പിന്റോ അധ്യക്ഷനായിരുന്നു. TU ജേസൺ, അജിത് പ്രസാദ്, AT സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. കേരളം കണ്ട ഏറ്റവും വലിയ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് അനിൽ അക്കര MLA. കുന്നംകുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AM നിധീഷ് അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി CI മാത്തു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഫാദർ ജോസഫ് ചീരൻ, കുന്നംകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M ബിജു പാൽ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്ത മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രതിഷേധ സമരം നടത്തി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം DCC സെക്രട്ടറി TK ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ജോസ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, PS സുനീഷ്, MM സലീം തുടങ്ങിയവർ പങ്കെടുത്തു.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കൈറ്റിന്റെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി AC മൊയ്തീന്റെ പ്രതിനിധിയായി കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ TK വാസു ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ CM പൊന്നമ്മ, പ്രധാനാധ്യാപകൻ AA അബ്ദുൽ മജീദ്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നിയമസഭാ സാമാജികത്വത്തിന്റെ 50 വർഷം പൂർത്തീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സുവർണ ജൂബിലിയുടെ ആഘോഷം ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. വസന്തം കോർണറിൽ കേക്ക് മുറിച്ചുകൊണ്ട് നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷനായിരുന്നു. K. നവാസ്, C. ബക്കർ, KK കാർത്യായനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ BJPയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സത്യഗ്രഹ സമരം പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് കൂട്ടാലയ്ക്കൽ അധ്യക്ഷനായിരുന്നു. സുനിൽ ഇളയടത്ത്, പ്രേമൻ നമ്പിയത്ത്, സർജു തോയക്കാവ്, വിശാഖ് കാമ്പാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികളുടെ ലേലം നടന്നു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വാടക നിരക്കിലാണ് നഗരസഭാ ബസ് സ്റ്റാൻഡിലെ എല്ലാ മുറികളും ലേലത്തിൽ പോയത്. നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 31 മുറികളാണ് ലേലത്തിൽ വെച്ചത്. താഴത്തെ നിലയിൽ 2 മുറികൾ സിവിൽ സപ്ലൈസ് വകുപ്പിനായി നീക്കിവെച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർമാൻ PM സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ആനന്ദൻ, ഗീത ശശി, മിഷ സെബാസ്റ്റ്യൻ, സുമ ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ സീലും സെക്രട്ടറിയുടെ ഒപ്പും ഉണ്ടാക്കി വ്യാജരേഖ ചമച്ച കേസിൽ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് പങ്കുള്ളതായി ആരോപിച്ച് പുന്നയൂർ പഞ്ചായത്ത് DYFI മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വില്ലേജ് പരിസരത്ത് നിന്നും എടക്കര യുവധാര ക്ലബ്ബ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുന്നയൂർ പഞ്ചായത്ത് പരിസരത്ത് സമാപിച്ചു. CPIM പുന്നയൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഫസലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി കൊഞ്ചാടത്ത് അധ്യക്ഷനായിരുന്നു. DYFI എടക്കഴിയൂർ മേഖലാ സെക്രട്ടറി ഇർഷാദ്, പുന്നയൂർ മേഖലാ പ്രസിഡന്റ് KP ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എരുമപ്പെട്ടി കുന്നത്തേരി പതിയാരം റോഡിന്റെയും മുട്ടിക്കൽ മോസ്കോ റോഡിന്റെയും ഉമിക്കുന്ന് ശങ്കരൻകാവ് റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. 1 കോടി രൂപയാണ് കുന്നത്തേരി പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. മുട്ടിക്കൽ മോസ്കോ റോഡിനായും ഉമിക്കുന്ന് ശങ്കരൻകാവ് റോഡിനായും 50 ലക്ഷം രൂപ വീതമാണ് വകയിരുത്തിയിട്ടുള്ളത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കല്യാണി S. നായർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു. SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണത്തിന് തുടക്കമായി. സമാധി സ്മരണ യോഗം കൗൺസിലർ ബേബി റാം ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി PS സജീവൻ അധ്യക്ഷനായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഗുരുമണ്ഡപത്തിൽ ഗുരുപൂജ, അഷ്ടോത്തര നാമാവലി, ഭജനാവലി എന്നിവ നടന്നു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം A. വിമലാനന്ദൻ ഉപഹാരം നൽകി ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളെ തൃശൂരിൽ ആദരിച്ചു. സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിന്നി ഇമ്മട്ടെ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സേവ്യർ ചിറയത്ത് അധ്യക്ഷനായിരുന്നു. ഈസ്റ്റ് CI ലാൽകുമാർ, കോർപ്പറേഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ലെനിൻ, ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J. തലക്കോട്ടൂർ, അഡ്വക്കേറ്റ് KR അജിത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 8 അടിയിലേറെ നീളമുള്ള പടവലം കൗതുക കാഴ്ചയായി മാറുന്നു. അയ്യന്തോൾ കുറിഞ്ഞാക്കൽ ലൈനിൽ വടക്കേത്തല ടോണി ജോണിന്റെ വീട്ടുമുറ്റത്താണ് ഭീമൻ പടവലങ്ങ വിസ്മയമായി മാറുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ വിലയിരുത്തി തയ്യാറാക്കിയ വികസന രേഖ KV അബ്ദുൽ ഖാദർ MLA പ്രകാശനം ചെയ്തു. വൈസ് ചെയർമാൻ അഭിലാഷ് V. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TS ഷെനിൽ, KV വിവിധ, MA ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു.
നവീകരിച്ച ഏനാമാവ് കോഞ്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9.94 ലക്ഷം ചെലവഴിച്ച് കാനകളും കൾവേർട്ടും നിർമ്മിച്ചാണ് 1 കിലോമീറ്റർ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. റോഡിന്റെ ഉദ്ഘാടനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നവല്ലി സുരേന്ദ്രൻ നിർവഹിച്ചു. കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി, ജോജോ മാളിയേക്കൽ, MC ലാസർ, കൊച്ചുപോൾ കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി, വർഗീസ് മാനത്തിൽ, AD സാജു എന്നിവർ സംസാരിച്ചു. KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. KPCC സെക്രട്ടറി A. പ്രസാദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ മോൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൽ ജോൺ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺസൺ ജോസഫ്, ജനറൽ സെക്രട്ടറി ആൽവിൻ തോമസ് എന്നിവർ സംസാരിച്ചു. നാട്ടിക കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് ആവശ്യമായ പഴങ്ങൾ വിതരണം ചെയ്ത് വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് 200 കിലോ പഴങ്ങളാണ് മർച്ചന്റ്സ് അസോസിയേഷൻ നൽകിയത്. അസോസിയേഷൻ ഭാരവാഹികളായ MA ഡേവിസ്, AM നജുമുദ്ദീൻ എന്നിവരിൽ നിന്ന് ഫുഡ് കമ്മിറ്റി ചെയർമാൻ ഷിജിത്ത് വടക്കുംചേരി ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. രോഗികളുടെ എണ്ണം 52 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 1174 മരണം. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കോവിഡ് വ്യാപനം. ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ നിർമ്മാണ തടസ്സങ്ങൾ നീക്കുന്നതിനായുള്ള ഉന്നതതല യോഗം ഡൽഹിയിൽ ചേർന്നു. ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര വനം വന്യജീവി വകുപ്പുമായുള്ള യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. പ്രശസ്ത ആന ചികിത്സകനും വിഷവൈദ്യനുമായ ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന് നാടിന്റെ അന്ത്യാഞ്ജലി. വിടവാങ്ങിയത് പാരമ്പര്യ ചികിത്സയുടെ തലയെടുപ്പുള്ള കാരണവർ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഓർമ്മകൾക്ക് ആദരമൊരുക്കാൻ മറന്ന് ജന്മനാട്. തമ്പുരാന്റെ സാഹിത്യ സംഭാവനകൾക്ക് അർഹമായ സ്മാരകവും അംഗീകാരവും ഒരുക്കണമെന്ന ആവശ്യം പ്രസക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.